ഹൈക്കോടതി റദ്ദാക്കിയ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടിക്ക് വീണ്ടും മർദ്ദനമേറ്റ സംഭവത്തിൽ പെൺകുട്ടി പോലീസിൽ പരാതി നൽകി. ഭർത്താവ് രാഹുൽ പി ഗോപാലിനെതിരെയാണ് പരാതി നൽകിയത്. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, നേരത്തെ ഭർത്താവിനെതിരെ ഈ പെൺകുട്ടി പരാതി ഉയർത്തുകയും അത് കേസായി മാറുകയും വലിയ വിവാദമായി ചർച്ച ചെയ്യപ്പെട്ടതൊക്കെയാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ തനിക്ക് പരാതിയില്ല, ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു എന്നറിയിക്കുകയും പിന്നീട് ആ കേസ് തന്നെ ഇല്ലാതായി പോവുകയും ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും ഒരു പരാതിയുമായി പെൺകുട്ടി എത്തുന്നത് എങ്ങനെയാണ്? എന്താണ് അവർ പറയുന്നത്? പോലീസ് വിശദീകരിക്കുന്നത് എന്താണ്? ടി.കെ. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഏറ്റവും പുതിയ വാർത്ത ഈ രാഹുലിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2 വകുപ്പുകൾ, അതായത് BNS 85 ഭർതൃപീഡനത്തിന്, അതായത് ഗാർഹിക പീഡനത്തിനും, ഒപ്പം തന്നെ BNS 110 നരഹത്യാശ്രമത്തിനും, ഈ 2 വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ പെൺകുട്ടിയുടെ പരാതിയിൽ, യുവതിയുടെ പരാതിയിൽ ഈ രാഹുൽ പി ഗോപാലിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇയാൾ ഇന്നലെ മദ്യപിച്ച് ബഹളമുണ്ടാക്കി എന്നൊരു സംഭവത്തിൽ ഇയാളെ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഉച്ച കഴിഞ്ഞ് വൈകിട്ടോടുകൂടി രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ടി.കെ. ചോദിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് സന്ധ്യയോടടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ യുവതിയെ അതിക്രൂരമായി രാഹുൽ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു പരാതി. തുടർന്ന് യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ആദ്യഘട്ടത്തിൽ പോലീസിനോട് പരാതിയില്ല എന്നുള്ളതായിരുന്നു യുവതി പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് യുവതി അറിയിച്ചതനുസരിച്ച് യുവതിയുടെ ബന്ധുക്കൾ എറണാകുളത്ത് നിന്ന് എത്തുകയും തുടർന്ന് ഈ ബന്ധുക്കളുടെ ഒപ്പം പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തി ഇന്ന് രാവിലെ യുവതി പരാതി നൽകി. ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് ചില പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ആദ്യം മർദ്ദിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തനിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട്, സ്ഥിരമായി മർദ്ദിക്കാറുണ്ട്, ഇന്നലെ ഉണ്ടായ മർദ്ദനത്തിൽ ക്രൂരമായി പരിക്കേറ്റു. ഈ പരാതികളായിരുന്നു പോലീസിൽ യുവതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഭർതൃപീഡനത്തിനും ഒപ്പം നരഹത്യാശ്രമത്തിനും. വൈകിട്ടോടുകൂടി തന്നെ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു.